അപ്പോൾ ഈ വീട് ഇതാണ് വീട്. ഈ വീടിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കപ്പോൾ ഈ കൺസ്ട്രക്ഷനെ കുറിച്ചാണ് അറിയേണ്ടത്. കൺസ്ട്രക്ഷൻ്റെ ആള് വിസിറ്റർ എന്നാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ വിസിറ്റർ അല്ല, ഒരു വീട് നിർമ്മിച്ച വീട്ടുകാരനാണ്. ടീമായിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ടീം ഇവിടെ ഉണ്ടോ? ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. പറയുമോ? അപ്പോൾ ഈ വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ, അപ്പോൾ പെയിൻ്റ് അടക്കം എല്ലാത്തിൻ്റെയും വാറണ്ടി എത്രത്തോളമാണ് എന്നൊക്കെ കൃത്യമായിട്ട് മന്ത്രി പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ഇത് അടുത്ത മെയിൻ്റനൻസ് എത്ര കാലം കഴിയുമ്പോഴാണ് ചെയ്യേണ്ടത്? കാരണം ഒരാളെങ്കിലും ഒരു പേരുണ്ട്, അപ്പോൾ അത് ഈ ടൗൺഷിപ്പിന് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മെയിൻ്റനൻസ് നമ്മൾ സ്വന്തമായിട്ട് വീട് വെക്കുമ്പോൾ എന്നാണോ ചെയ്യേണ്ടി വരുന്നത് അത്രയും നാൾ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. നമ്മൾ പെയിൻറ്റ് ഇപ്പോൾ 7 വർഷത്തെ വാറണ്ടി ആണെങ്കിലും നോർമലി നമ്മളൊരു 10 തൊട്ട് 12 വർഷം വരെ അത് പോകും. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പെയിൻറ്റിങ് ആയിട്ടില്ല. നമ്മൾ ഫൈനൽ കോട്ട് കുറച്ച് താമസിച്ച് മഴയൊക്കെ പെയ്തത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു അല്ലേ? വന്നു. ഇനിയിപ്പോൾ ഉള്ള സമയമാണ് അറിയേണ്ടത്. ഒരു വീട് നിർമ്മിച്ചു, മാതൃകാ വീട്, അതിനിടയിൽ കാലാവസ്ഥ പ്രതികൂലമായൊക്കെ വന്നു. പക്ഷേ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ജനുവരിക്കുള്ളിൽ ഇതെല്ലാം പൂർത്തിയാക്കണം, ഡിസംബറോടുകൂടി പൂർത്തിയാക്കണം. ഇത്രയും സമയം എന്ന് പറയുന്നത് ഇപ്പോൾ അസ്ഥിവാരം ഉയർന്ന് കമ്പികളായി നിൽക്കുന്ന അവസ്ഥയാണ്. അതിൽ നിന്ന് വീടായി മാറാൻ 4 മാസം മതിയോ? 3 മാസം മതി ഒരു വീട് കംഫർട്ടബിളായിട്ട് തീർക്കാൻ. പക്ഷേ അതിന് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ലേബറിനെയും മെഷീനറി എല്ലാം അതുപോലെ അറേഞ്ച് ചെയ്തിട്ട് രാത്രിയും പകലും വർക്ക് ചെയ്ത് ജനുവരിക്കുള്ളിൽ തീർക്കാനാണ് തീരുമാനം. അത് നടക്കും, കൈമാറാൻ സാധിക്കും ജനുവരിയോടെ. അതെ. ഊരാളുങ്കൽ അവർ ഏറ്റെടുക്കുന്ന ഒരു അഭിമാന പദ്ധതി കൂടിയാണ്. ഒരു പദ്ധതി എന്ന് മാത്രമല്ല, സാധാരണ ഒരു വീട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കെട്ടിടം ഉണ്ടാക്കുക, അതുപോലെയല്ലല്ലോ. ഇതെല്ലാം നഷ്ടപ്പെട്ട് കല്ലും മണ്ണും മാത്രമായി ജീവിതത്തിൽ അവശേഷിച്ച മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള ഒരു വീടാണ് വേണ്ടത്. അവരെ കൂടെ നിൽക്കുവാന്ന് തന്നെ, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ കോൺട്രാക്ട്. അപ്പോൾ അത് സമയബന്ധിതമായിട്ട് തീർക്കുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ. ഓക്കെ, ഇപ്പോൾ എന്തായാലും മന്ത്രിമാരും കളക്ടറും ഒക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. മാതൃകാ വീടിന്റെ മുന്നിൽ നിന്നുള്ള ഒരു ചിത്രമെടുക്കൽ, അതാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്. ഇതൊരു മാതൃകാ വീട് എന്ന് നമ്മൾ പറയുമ്പോൾ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ. മാതൃകാ വീടെന്ന് പറയുമ്പോൾ മാതൃക മാത്രം പോരാ, മാതൃകയാകുന്ന ഒരു ടൗൺഷിപ്പ്, അതിലേക്ക് എത്തണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സാനിയോ, ഇപ്പോൾ മന്ത്രിമാരും കളക്ടറും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ആ മാതൃകാ വീടിന്റെ മുന്നിൽ ഒരു ചിത്രമെടുക്കുകയാണ്. ഗൃഹനാഥനും കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്ന് പുത്തൻ വീടിന് പാല് കാച്ചി കഴിഞ്ഞിട്ട് നിന്ന് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടെടുക്കുന്ന ഒരു ചിത്രം, അതുപോലെ ഒരു കുടുംബ ചിത്രം നമ്മൾ ആ വീടിന്റെ ഉമ്മറത്ത് കാണുകയാണ്. ഈ സന്തോഷം എല്ലാ മനുഷ്യരുടെയും, ഓരോ കുടുംബത്തിനെയും, പലർക്കും കുടുംബാംഗങ്ങളെ നഷ്ടമായവരുണ്ട്, പുതിയ ജീവിതത്തിലേക്ക് പോയ മനുഷ്യരുണ്ട്. അപ്പോൾ ഇതുപോലൊരു കുടുംബ ചിത്രം അവർക്കൊക്കെ എടുക്കാൻ ജനുവരി വരെ ആവണം. തീർച്ചയായിട്ടും ഈ ചിത്രം കാണുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലൊരു പ്രതീക്ഷയായിരിക്കും. കാരണം ഇതുപോലൊരു വീട് നമുക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു വല്ലാത്തൊരു പ്രതീക്ഷയായിരിക്കും. ഇന്ന് പോലും അവിടെ വന്ന് നമ്മളോടൊക്കെ പരാതി പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരുപക്ഷെ നാളെ ഈ ചിത്രം പത്രത്തിലൊക്കെ അച്ചടിച്ച് വരുമ്പോഴൊക്കെ കാണുന്ന ഒരു ഭയങ്കരമായ സന്തോഷമായിരിക്കും. ഇതുപോലത്തെ വീടുകളാണ് വരാൻ പോകുന്നത്. ചേച്ചിയുടെ പേരെന്താ? സ്മിത. ഞങ്ങൾ വീട് കണ്ടു, നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നതൊക്കെ. കണ്ടിരുന്നോ? കണ്ടില്ല, ഞങ്ങൾ കാണാൻ വേണ്ടി വന്നാണ്. അനുസ്മരണ യോഗം കഴിഞ്ഞ് മന്ത്രി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഇത് കാണാൻ ജനുവരി ആകുമ്പോഴേക്കും വീടാവും കേട്ടോ. സന്തോഷമാവണം. നല്ല വീടാ, നല്ല ഇതൊക്കെയാണ്, ടോയ്ലറ്റ് ഒക്കെയാണ്. നമ്മൾ കയറി നോക്കി. പേരെന്താ ചേച്ചി? രമണി ചേച്ചി, നല്ല വീടാണ്. നമ്മൾ കയറി കണ്ടു. കാണാൻ വന്നാണോ? അതെ, കാണാൻ വന്ന ഒരു സന്തോഷമില്ലേ പുതിയൊരു വീട് ഇങ്ങനെ കാണുന്നു? പണ്ടത്തെ വീട് എങ്ങനെയായിരുന്നു? പണ്ടത്തെ വീട് അതുപോലെ എന്തായാലും എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ലല്ലോ. പണ്ടത്തെ വീട് ഞങ്ങളുടെ നല്ല വീടായിരുന്നു. പണ്ടത്തെ വീട് പോലെ നമുക്ക് ആ പെയിന്റ് ഒക്കെ അടിക്കാം ഇവിടെ കേട്ടോ. നമ്മളെല്ലാം ശരിയാക്കും. ഓക്കെ, താങ്ക് യു. ആരുണ്ട് കൂടെ? ആര് വന്നിട്ടുണ്ട്? ഇത് ഏട്ടൻ്റെ ഭാര്യയാണ്, മോളാണ്. മോളെ പേരെന്താ? എൻ്റെ പേര് അർച്ചന. എന്ത് ചെയ്യുക മോള്? PG സെക്കൻഡ് ഇയർ. അന്ന് ഉണ്ടായിരുന്നോ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ അതോ കോളേജിലായിരുന്നു? വേറെ സ്ഥലത്ത്. മന്ത്രി മുകൾ നിലയൊക്കെ കയറി പരിശോധിക്കുകയാണ്. അപ്പോൾ പഴയ വീട്ടിൽ നിന്ന് ഈ പുതിയ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ മോൾക്കും അന്ന് പോയപ്പോൾ അച്ഛൻ്റെ കൂടെ ക്വാർട്ടേഴ്സിലേക്ക് പോയപ്പോഴത്തേക്കും അവസാനം വീട് കണ്ടിട്ട് പോയതാണ്. ഏത് ഭാഗത്തായിരുന്നു വീട്? സ്കൂളിൻ്റെ മേലെ, സ്കൂൾ റോഡ്, നമ്മുടെ വെള്ളാർമല സ്കൂളിൻ്റെ അകലെ. പിന്നെ പോയോ അവിടെ നോക്കാൻ പോയോ? 1-2 വട്ടം പോയായിരുന്നു. അപ്പോൾ ഇല്ല, നമ്മൾ പുതിയ വീട്ടിൽ പുതിയ സ്ഥലത്ത് അല്ലേ? ഇവിടുത്തെ വീടല്ലേ എടുക്കുന്നത്? അതെ, ഇവിടുത്തെ ഇവിടെ കൂടെയാണോ അതോ വേറെ വീടാണോ എടുക്കുക? വേറെ വീട്. ഞങ്ങളവിടെ ഉണ്ടായിരുന്നു അന്ന് ഉരുൾ പൊട്ടുന്ന സമയത്ത്. ചേച്ചിയുടെ പേര്? ശ്രീലത. അങ്ങനെ ഇവർ 3 പേരും, ഈ 3 വീട്ടമ്മമാർക്കും വീട് ഒരുങ്ങുകയാണ്. ഇതുപോലത്തെ വീട്. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ മുകളിലേക്കൊക്കെ കെട്ടാം, വെള്ളത്തേക്ക് രണ്ടാമത്തെ ഒരു നിലയൊക്കെ പിടിക്കാം. സന്തോഷം. അതെ, സൗകര്യം പോലെ നമുക്ക് ഇപ്പം ബസ് അതിൽ കൂടിയിട്ട് പിന്നെ നമുക്ക് സൗകര്യം പോലെ മുകളിലേക്ക് എടുക്കാം. കയറിക്കൂടല്ലേ ഞങ്ങളെ വിളിക്കുവോ? എല്ലാവരും ക്ഷണിക്കുന്നുണ്ട്. നമുക്ക് ജനുവരിയിൽ അപ്പോൾ കയറിക്കൂടണം. ഓക്കെ, എല്ലാവരും ക്ഷണിക്കുന്നുണ്ട്. വിളിക്കില്ലേ നമ്മളെ? തീർച്ചയായും വിളിക്കും. നമ്മൾ വരും.
ഓക്കെ. അപ്പോൾ കയറിക്കൂടൽ ജനുവരിയിലാണ്. അപ്പോൾ അത് ആ വീട്ടിൽ കയറി കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് അവർ. ആ വീടിൻ്റെ മുകൾ നിലയൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ആകാശ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ അഭിനജയ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വീടുകൾ എത്രയും വേഗം ഇവിടെ ഉയരുക, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ഒരു സ്വപ്നത്തിന് പിന്നാലെ ഇങ്ങനെ ഓടി ഓടി അലയാനായിട്ട് ഈ മനുഷ്യർക്കൊന്നും ഇനിയധികം സമയമില്ല. കാരണം അവരുടെ വീടൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒറ്റ വർഷം തികഞ്ഞതിൻ്റെ ആ ദിവസമാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ വർഷം ആ സമയത്ത് ഓടി ക്യാമ്പിലേക്കൊക്കെ പോകാൻ പറ്റിയിരുന്നോ? ഞങ്ങൾ ആ സ്ഥലത്ത് സ്പോട്ടിലുണ്ട്, വീട്ടിലുണ്ട്. സ്കൂൾ റോഡാണ്. പ്രളയം ഉരുൾ പൊട്ടിയതിന് ശേഷം ഞങ്ങൾ മാറാനായിട്ടുള്ള അറിയിപ്പൊക്കെ പുലർച്ചെ വന്നപ്പോൾ തന്നെ മാറിയിരുന്നോ? അറിയിപ്പില്ല. ഞങ്ങൾ രാത്രി 1:30 മണിക്ക് ഉറങ്ങുന്ന സമയത്ത് സൗണ്ട് കേട്ടിട്ട് മുകളിൽ കാപ്പിത്തോട്ടത്തിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. കാപ്പിത്തോട്ടത്തിലേക്ക് ഓടിയാണ് ചേച്ചി രക്ഷപ്പെട്ടത്.